നല്ലൊരു പ്രോജക്റ്റ് നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഇന്ന് നമുക്ക് വേണ്ടത് ഒരു സിനിമയുടെ കഥയും പ്രോജക്റ്റ് എന്താണെന്ന് വിശ്വസിച്ച് നിൽക്കുന്ന പ്രൊഡ്യൂസറാണ്. നമുക്കിപ്പോ പൈസ മുടക്കുന്ന ഒരാളെക്കാൾ ഉപരി സിനിമ എന്താണ്, ഈ സിനിമ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രൊഡക്ഷൻ നമുക്ക് എപ്പോഴും കൂടുതലാണ്. അത് നമ്മളിലേക്ക് എത്താനാണ് ശരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കറക്റ്റ് ആൾക്കാരിലേക്ക് നമുക്ക് എത്താൻ ഇപ്പോഴും സ്ട്രഗിൾ തന്നെയാണ് എന്നുള്ളതാണ്. നല്ല പ്രോജക്റ്റുകൾ നമ്മളെ തേടി വരുന്നുണ്ടാവും. പക്ഷെ ആ പ്രോജക്റ്റ് ആക്കാൻ, അതായത് നമ്മളൊരു കൃത്യമായ പ്രൊഡക്ഷൻ വേണം. ഇപ്പൊ അവിടുന്ന് ഇൻവെസ്റ്റർ ഉണ്ട്, ഇവിടെ ഇൻവെസ്റ്റർ എന്നും പറഞ്ഞ് വന്നേക്കുന്ന ആൾക്കാരെ ഞാൻ പിടിച്ച് എല്ലാം എനിക്ക് ലാസ്റ്റ് തലവേദനകളായി മാറിയിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കുന്നില്ല. നല്ല കറക്റ്റ് ബാനർ, കാര്യം പ്രോജക്റ്റ് നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കണമല്ലോ. അവര് ചിലപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു പടം എടുത്തു 4 ആളുടെ മുമ്പിൽ, അല്ലെങ്കിൽ അവരുടെ ചിലപ്പോൾ ഒരു ഫ്രണ്ട് സർക്കിളിൽ മാത്രം പറയാനുള്ള അത്രയും ആഗ്രഹത്തിന് മാത്രം വന്നവരായിരിക്കും. അപ്പൊ അവർക്ക് സിനിമ എന്താ കുറച്ച് പൈസ, അവർക്ക് കുറെ അധികം പൈസയുടെ കൊടുത്ത് ചിലപ്പോൾ ഇവർ കുറച്ച് പൈസ ഇട്ടിട്ട് ഒരു സന്തോഷം തീർത്തോത്ത ഒരു പരിപാടി ചെയ്യുന്നത്. അത് അങ്ങനെ പ്രോജക്റ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോജക്റ്റുകളും ചിലതിലൊക്കെ ഞാൻ പാർട്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ആ ഡിസിഷൻ എടുത്തത്. ഈ സിനിമ മനസ്സിലാക്കുന്ന, സിനിമയോട് പാഷനായിട്ട് നിൽക്കുന്ന, ആ കഥ മനസ്സിലാക്കുന്ന പ്രൊഡക്ഷൻ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന. ഇപ്പൊ എല്ലാ പടം അത്യാവശ്യം ബഡ്ജറ്റ് തന്നെ ആവുന്നുണ്ട്. അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ തന്നെയാണ് എല്ലാ പടങ്ങളും നിർമ്മിക്കുന്നത്. പക്ഷെ അത് എവിടെ സ്പെൻഡ് ചെയ്യുന്നു, അത് കറക്റ്റ് സ്ഥലത്താണോ, കറക്റ്റ് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ, ഇതെല്ലാം കൂടെ നോക്കുന്ന പാഷനേറ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ വരണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചാലഞ്ച്.